Hi student, myself Sonia Mary, Assistant Professor, Don Bosco College, Kottayam. Welcome to the session. In this session we are discussing about path testing. Path testing എന്ന് പറഞ്ഞ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് ടേംസ് ഫെമിലിയർ ആവാനുണ്ട്. ആ ടേംസിലും ഫസ്റ്റ് ടേമാണ് പാത്ത്. എന്താണ് ഒരു പാത്ത്? ഓക്കെ. A path through a program is a sequence of instructions or statements that starts at one entry junction or decision and ends at another, or possibly the same junction, decision or exit. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തായിരുന്നു കൺട്രോൾ ഫ്ലോ എലമെൻസിനെ കുറിച്ച്. പ്രോസസ് ബ്ലോക്ക് ഉണ്ട്, ഡിസിഷൻ ഉണ്ട്, ജംഗ്ഷൻസ് ഉണ്ടെന്ന് പഠിച്ചു. ഓക്കെ. അപ്പോൾ ഈ കൺട്രോൾ ഫ്ലോ എലമെൻസിൻ്റെ ഇടയ്ക്ക് വരുന്ന ലൈൻ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ അതിനെ കണക്റ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റ്സിന് പറയുന്ന പേരാണ് പാത്ത്. ഈ പാത്ത് ഒന്നുകിൽ ഈ പാത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ജംഗ്ഷനിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു എൻട്രി ലൈനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ്റെ അകത്തായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ. പക്ഷേ എൻഡ് ചെയ്യുന്നത് മറ്റ് പലയിടത്തുമായിരിക്കും, അല്ലെങ്കിൽ സെയിം എലമെൻറ്റിൽ തന്നെ ആയിരിക്കും. ഓക്കെ. എ പാത്ത് മേ ഗോ ത്രൂ സെവറൽ ജംഗ്ഷൻ, പ്രോസസ്, ഡിസിഷൻസ് വൺ ഓർ മോർ ടൈംസ്. ഈ ലൈൻ സെഗ്മെൻറ്റ്, ഈ ഫ്ലോ എലമെൻറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെൻറ്റ് ഒന്നിലധികം തവണ ജംഗ്ഷനിലൂടെയും പ്രോസസ്സറുകളിലൂടെയും ഡിസിഷനിലൂടെയൊക്കെ ഫ്ലോ ചെയ്തിട്ടുണ്ടായിരിക്കാം. എ പാത്ത് കൺസിസ്റ്റ് ഓഫ് സെഗ്മെൻറ്റ്സ്. ഒരു പാത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്പോണൻറ്റിൻ്റെ പേരാണ് സെഗ്മെൻറ്റ്. ഇറ്റ് ഇസ് എ ലിങ്ക്, ദ ലൈറ്റ് ബിറ്റ്വീൻ ടു നോഡ്സ്. രണ്ട് നോഡുകളുടെ ഇടയ്ക്ക് കാണുന്ന ഒരു ലിങ്കാണിത് ഈ പാത്ത്. ഞാൻ പറഞ്ഞു ഫ്ലോ ഗ്രാഫ് എലമെൻറ്റ്സ് നമുക്ക് നോഡായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ഫ്ലോ ഗ്രാഫ് എലമെൻറ്റ്സിനിടയ്ക്ക് കാണുന്ന നോഡിന് അല്ലെങ്കിൽ ലിങ്കിന് പറഞ്ഞ പേരാണ് സെഗ്മെൻറ്റ്. എ പാത്ത് സെഗ്മെൻറ്റ് ഇസ് എ സക്സഷൻ ഓഫ് കോൺസിക്യൂട്ടീവ് ലിങ്ക്സ് ദാറ്റ് ബിലോങ്സ് ടു സം പാത്ത്. ദ ലെങ്ത് ഓഫ് എ പാത്ത് ഈസ് മെഷർഡ് ബൈ ദ നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻ ഇറ്റ് ഓർ നോട്ട് ബൈ ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ ഓർ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടഡ് അലോങ് ദ പാത്ത്. അതായത് ഒരു പാത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എത്ര ഇൻസ്ട്രക്ഷൻസിൻ്റെ എണ്ണമല്ല അവിടെ ലെങ്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഒരു പാത്തിൻ്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് ദ നമ്പർ ഓഫ് ലിങ്ക് ഇൻ ഇറ്റ്. ഒരു പാത്തിൽ എത്ര ലിങ്കുകളുണ്ട്, ഫ്ലോ എലമെൻറ്റ്സിനിടയ്ക്ക് എത്ര ലിങ്കുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത്, അല്ലാതെ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഇൻസ്ട്രക്ഷൻസ് അല്ല. ദ നെയിം ഓഫ് ദ പാത്ത് ഇസ് ദ നെയിം ഓഫ് ദ നോഡ് അലോങ് ദ പാത്ത്. ഒരു പാത്തിൻ്റെ നെയിം എങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുവാണെങ്കിൽ ഏത് നോഡിലൂടെയൊക്കെ, ഇപ്പോൾ പ്രോസസ്സ് എയിലൂടെയാണ് ഒരു പാത്ത് പോകുന്നതെങ്കിൽ നമ്മൾ ആ പാത്തിന് പറഞ്ഞ പേര് എ. ജംഗ്ഷൻ ബിയിലൂടെയാണ് പാത്ത് ട്രാവൽ ചെയ്ത് പോകുന്നതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ബി. ഓക്കെ. ഒരു കൺട്രോൾ ഫ്ലോ ഗ്രാഫ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന പാത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഫണ്ടമെൻ്റൽ പാത്ത് സെലക്ഷൻ ക്രൈറ്റീരിയ നമ്മൾ ആദ്യം പറയുകയാണ്. ദർ ആർ മെനി പാത്ത് ബിറ്റ്വീൻ ദ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് എ ടിപ്പിക്കൽ റൂട്ടിൽ. ഒരു റൂട്ടിൻ്റെ അകത്ത് ഒരു പാത്തിൽ ഒരു പ്രോഗ്രാമിൻ്റെ കൺട്രോൾ പല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം, എൻഡ് ചെയ്യാം. ഫോർ ATM മെഷീൻ നമ്മൾ എടുക്കുവാണെങ്കിൽ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ മണി വിഡ്രോവലിന് വേണ്ടിയിട്ടായിരിക്കത്തില്ല. ഓക്കെ. പക്ഷേ അവിടെയും ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ചില ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്തുന്നത് ബാലൻസ് എൻക്വയറിക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ. അപ്പം പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ പല പാത്തിലൂടെ എൻ്റർ ചെയ്യാം, എക്സിറ്റ് ആവുകയും ചെയ്യാം. ഓക്കെ. എവറി ഡിസിഷൻ ഡബിൾസ് ദ നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ പാത്ത്. ഓരോ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആകുമ്പോൾ നമുക്കറിയാം യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസേഴ്സ് വരും. ഓരോ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സും പാത്തിൻ്റെ എണ്ണം ഡബിൾ ചെയ്യിക്കും. അതേപോലെ ഓരോ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സും പാത്തുകളുടെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്യും. അവിടുത്തെ ലിമിറ്റിനനുസരിച്ച് അവിടെ പാത്തുകളുടെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ. എന്താണ് കംപ്ലീറ്റ് ടെസ്റ്റിംഗ്? പാത്ത് ടെസ്റ്റിംഗ് നമുക്ക് ചെയ്യാവുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. എക്സസൈസ് എവറി പാത്ത് ഫ്രം എൻട്രി ടു എക്സിറ്റ്. ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിൽ ഏതെല്ലാം പോസിബിൾ വേസിലൂടെ എൻട്രിയും എക്സിറ്റും പറ്റും എന്നുള്ളതാണ് കംപ്ലീറ്റ് ടെസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ. എക്സസൈസ് എവറി സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഇൻസ്ട്രക്ഷൻസ് അറ്റ്ലീസ്റ്റ് വൺ. സെക്കൻഡ് പ്രിസ്ക്രിപ്ഷനാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും മിനിമം വൺസ് എങ്കിലും എക്സിക്യൂട്ട് ചെയ്യുക. എക്സസൈസ് എവറി ബ്രാഞ്ച് ആൻഡ് കേസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ഈച്ച് ഡയറക്ഷൻ അറ്റ്ലീസ്റ്റ് വൺ. എല്ലാ ബ്രാഞ്ച് സ്റ്റേറ്റ്മെൻറ്റ്സുകളും കേസ് സ്റ്റേറ്റ്മെൻറ്റ്സുകളും ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ 3 പ്രിസ്ക്രിപ്ഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പാത്ത് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ.
അപ്പം ഈ 3 റൂൾസ്, ഫോർ എക്സാമ്പിൾ ഇഫ് 1 ഈസ് ഫോളോഡ്, ഒന്നാമത്തെ റൂൾ ഫോളോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 2ഉം 3ഉം ഫോളോഡ് ആണ്. പക്ഷേ ഈ കംപ്ലീറ്റ് പാത്ത് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇംപ്രാക്ടിക്കലാണ്. അപ്പം ഫണ്ടമെൻ്റൽ പാത്ത് സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് നമ്മൾ നോക്കി, കംപ്ലീറ്റ് ടെസ്റ്റിംഗ് എന്താണെന്ന് നമ്മൾ നോക്കി. പാത്ത് ടെസ്റ്റിംഗ് ക്രൈറ്റീരിയ. എനി ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ബേസ്ഡ് ഓൺ പാത്ത് must at least both exercise every instructions and take all branches in all direction. ഏത് സ്ട്രാറ്റജി ചൂസ് ചെയ്താലും, പാത്ത് ടെസ്റ്റിങ്ങിന് നമ്മൾ ഏത് സ്ട്രാറ്റജി ചൂസ് ചെയ്താലും അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും നമ്മളൊരു പാത്ത് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, എ സെറ്റ് ഓഫ് ടെസ്റ്റ് ദാറ്റ് ഡസ് ദിസ് ഇസ് നോട്ട് കംപ്ലീറ്റ് ഇൻ ആബ്സല്യൂട്ട് സെൻസ്. പക്ഷേ നമുക്കത് ഇംപ്രാക്ടിക്കലാണ്, നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞായിരുന്നു. സോ 3 ഡിഫറെൻറ്റ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് നമ്മളിവിടെ പാത്ത് ടെസ്റ്റിങ്ങിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The first path testing criteria is path testing, P infinity, that is execute all possible control flow path through the program. നമ്മൾ കൺട്രോൾ ഫ്ലോ ഗ്രാഫ് വരച്ചു, ഗ്രാഫിക്കലായിട്ട് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന കൺട്രോൾ ഫ്ലോ ഗ്രാഫിലെ എല്ലാ പാത്തുകളും മിനിമം വൺസ് എങ്കിലും എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നടത്തുന്നതാണ് ഇത്. ഓക്കെ, ഇഫ് വി അച്ചീവ് ദിസ്, നമ്മൾ ഈ പാത്ത് ടെസ്റ്റിംഗ് അച്ചീവ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ സെറ്റ് ദാറ്റ് 100% പാത്ത് കവറേജ് നമ്മൾ അറ്റൈൻ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇറ്റ്സ് എ സ്ട്രോങ്ങസ്റ്റ് ക്രൈറ്റീരിയ. പാത്ത് ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ക്രൈറ്റീരിയയാണ്. അതായത് 100% എല്ലാ പാത്തുകളും നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു അച്ചീവ്. നെക്സ്റ്റ് പാത്ത് ടെസ്റ്റിംഗ് ക്രൈറ്റീരിയ ആണ് സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റിംഗ്, ഓർ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് P1. എക്സിക്യൂട്ട് ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ പ്രോഗ്രാം അറ്റ്ലീസ്റ്റ് വൺസ് അണ്ടർ സം ടെസ്റ്റ്. 100% സ്റ്റേറ്റ്മെൻറ്റ്സ്, നമ്മൾ എഴുതിയ തൗസൻഡ്സ് ഓഫ് ലൈൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉള്ള നമ്മുടെ കോഡ് പ്രോഗ്രാമിൻ്റെ അകത്ത് എല്ലാ ഇൻസ്ട്രക്ഷൻസും അറ്റ്ലീസ്റ്റ് വൺസ് എക്സിക്യൂട്ട് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുന്ന ടെസ്റ്റിംഗ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റിംഗ്. അപ്പം ഇത് അറ്റൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ പറയും 100% സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് ഉണ്ട്. ഓക്കെ, ആൻ ആൾട്ടർനേറ്റീവ് ഇക്വലൻറ്റ് ക്യാരക്ടറൈസേഷൻ ഈസ് ടു സേ ദാറ്റ് 100% നോട്ട് കവറേജ്. അതായത് 100% ഇക്വലൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് ആണെങ്കിൽ നമുക്കത് പറയാം ഇറ്റ് ഈസ് ഈക്വലൻറ്റ് ടു വാട്ട് 100% നോട്ട് കവറേജ് ആണ്. ഓക്കെ, ഇതിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ C1. ഇറ്റ് ഈസ് എ വീക്കസ്റ്റ് ക്രൈറ്റീരിയൻ ഇൻ ദ ഫാമിലി. ഓക്കെ, ദാറ്റ് ഈസ് ടെസ്റ്റിംഗ് ലെസ് ദാൻ. This is new for the software under unconscionable, conscience, unprincipled or cannot be accepted. The third one is branch testing or P2. Execute enough tests to ensure that every branch alternatives has been executed or exercised at least once under some test. എല്ലാ ബ്രാഞ്ചസും അല്ലെങ്കിൽ ഒരു ഡിസിഷൻ്റെ അകത്ത് കേസിൻ്റെ അകത്ത് വരുന്ന എല്ലാ ബ്രാഞ്ചസുകളും അറ്റ്ലീസ്റ്റ് വൺസ് എക്സിക്യൂട്ടഡ് ചെയ്തു എന്ന് അഷ്യൂർ ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് ബ്രാഞ്ച് ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ പറയും 100% ബ്രാഞ്ച് കവറേജ് അച്ചീവ് ചെയ്തു. 100% ബ്രാഞ്ച് കവറേജ് എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥവും കൂടെ. അതായത് നമ്മൾ 100% ലിങ്ക്, നമുക്കറിയാം കൺട്രോൾ എലമെൻറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ്സിന് പറയുന്ന പേരാണ് ലിങ്ക് അല്ലെങ്കിൽ പാത്ത്. 100% ബ്രാഞ്ച് കവറേജ് കിട്ടിയെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു മീനിങ് ഉണ്ട്. എന്താണത്? 100% ലിങ്ക് കവറേജും നമ്മൾ അച്ചീവ് ചെയ്തു എന്നാണ്. ഓക്കെ, in structured software branch testing and therefore the branch coverage strictly includes statement coverage. That is, branch coverage is denoted by C2. Here we are discussing about predicate and path predicate. ലാസ്റ്റ് സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പാത്ത് ടെസ്റ്റിംഗ് ക്രൈറ്റീരിയ ആണ്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രെഡിക്കേറ്റ് എന്താണെന്നും പാത്ത് പ്രെഡിക്കേറ്റ് എന്താണെന്നും നമ്മൾക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു കൺട്രോൾ ഫ്ലോ എലമെൻറ്റ്സിനകത്ത് വരുന്ന ഒരു എലമെൻറ്റിൻ്റെ പേരാണ് ഡിസിഷൻ. ഓരോ ഡിസിഷൻ്റെ അകത്തും നമ്മൾ ചില ഫങ്ഷൻസ് ഇവാലുവേറ്റ് ചെയ്യും. ആ ഇവാലുവേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിന് പറയുന്ന പേരാണ് പ്രെഡിക്കേറ്റ്. ഓക്കെ, ദ ലോജിക്കൽ ഫങ്ഷൻ ഇവാലുവേറ്റഡ് അറ്റ് എ ജംഗ്ഷൻ ഈസ് കോൾഡ് പ്രെഡിക്കേറ്റ്. നമുക്കറിയാം ഓരോ ജംഗ്ഷനിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ, ഒരു ഫംഗ്ഷൻ്റെ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ട്രൂ ആണെങ്കിൽ, ആ റിസൾട്ട് ട്രൂ ആണെങ്കിൽ ഏത് പാത്ത് ഫോളോ ചെയ്യണം, അത് ഫോൾസ് ആണെങ്കിൽ ഏത് പാത്ത് ഫോളോ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഫംഗ്ഷൻ, ആ ലോജിക്കൽ ഫംഗ്ഷൻ ഓരോ ഡിസിഷൻസിനകത്തും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ലോജിക്കൽ ഫംഗ്ഷന് പറയുന്ന പേരാണ് പ്രെഡിക്കേറ്റ്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് പറയാം A>0 ഒരു ഫംഗ്ഷനാണ്. A>0 ആണെങ്കിൽ ട്രൂ ആണോ ഫോൾസ് ആണോ ഏതാണ് നമ്മളവിടെ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് എക്സിക്യൂഷൻ നടക്കാനായിട്ട് നമ്മൾ
വിടുന്നത്. ഓക്കെ, ദെൻ പാത്ത് പ്രെഡിക്കേറ്റ്. ദ പ്രെഡിക്കേറ്റ് അസോസിയേറ്റഡ് വിത്ത് എ പാത്ത് ഇസ് കോൾഡ് പാത്ത് പ്രെഡിക്കേറ്റ്. ഒരു പർട്ടിക്കുലർ പാത്ത് ചൂസ് ചെയ്യാൻ അവിടെ അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രെഡിക്കേറ്റിന് പറയുന്ന പേരാണ് പാത്ത് പ്രെഡിക്കേറ്റ്. ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് പ്രെഡിക്കേറ്റ്സ് ഹൂസ് ട്രൂത്ത് വാല്യൂ വിൽ കോസ് ദ റൂട്ടീൻ ടു ടേക്ക് എ സ്പെസിഫിക് പാത്ത്. ഏതൊക്കെ ജംഗ്ഷൻസിൽ വാല്യൂ ട്രൂ ആയപ്പോഴാണ് ഈ പർട്ടിക്കുലർ പാത്തിലൂടെ നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ ഫ്ലോ നടത്തിയത്. അപ്പോൾ ആ പാത്തിനെല്ലാം കൂടെ കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന പേരാണ് path predicate. Okay, the sequence of predicates whose truth value will cause the routine to take a specific path. ഈ സെക്ഷനിൽ നമ്മൾ പാത്ത് ടെസ്റ്റിംഗ് എന്താണെന്നും പാത്ത് ടെസ്റ്റിംഗ് ക്രൈറ്റീരിയാസ് എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ പ്രെഡിക്കേറ്റ്സ് എന്താണെന്നും പാത്ത് പ്രെഡിക്കേറ്റ്സ് എന്താണെന്നും നോക്കി. ആക്ടിവിറ്റി സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് പിക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.